ഇല്ലടികളെ നമ്മുടെ പ്രാങ്ക് കോളുകൾ നമ്മുടെ സ്വന്തം ആർജെ അഞ്ജലി ചേച്ചി പിന്നെ സഞ്ജിത എന്ന് പറഞ്ഞ ചേച്ചിയാണ് തോന്നുന്നു ഇല്ലാടെ അങ്ങനെ എന്തോ ഇല്ലാടെ ചേച്ചിയുടെ പേര്. അപ്പൊ ആ ചേച്ചി തമ്മിലുള്ള നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാങ്ക് കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ വെച്ചാൽ മൈലാഞ്ചി ഇടണം, മെഹന്തി ഇടണം, അവിടെ ഇടണം, ഇവിടെ ഇടണം എന്നൊക്കെ പണ്ട് ഇവരൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇറക്കി. അത് വൻ വിവാദമായി മാറി. ഏകദേശം ഇപ്പോൾ ഒരു ഒതുങ്ങി തീർന്ന പോലെയാണ് ഇല്ലാടെ അത് ക്ഷമാപണമൊക്കെ നടത്തി രണ്ടുപേരും. അപ്പൊ നമ്മളിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള വീഡിയോ വന്നിട്ട് കേട്ടോ ക്ഷമാപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവർ സെപ്പറേറ്റ് ആയിട്ട് ക്ഷമാപണം നടത്തി. മറ്റേ ഈ മെയിൻ ചാനലുള്ള ചേച്ചി ഇപ്പൊ ആർജെ അഞ്ജലി എന്ന് പറഞ്ഞ ചേച്ചി ക്ഷമാപണം നടത്തി 2 വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പോരാളി പറഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള ആള് ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ആ ചേച്ചി വന്നിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഞങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവർ ഒരുമിച്ചൊരു വീഡിയോ ക്ഷമാപണം വേണമെന്ന് നമുക്കും തോന്നിയിട്ടില്ല ഇവരുടെ. അപ്പൊ അവർ ലാസ്റ്റ് ഒരുമിച്ചൊരു വീഡിയോ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എന്തായാലും വീഡിയോ പ്ലേ ചെയ്യാം, നിങ്ങൾ അത് കണ്ടു നോക്കുന്നുണ്ട്, ഞാൻ ബാക്കി പറയാം. ഹലോ നമസ്കാരം, ഞാൻ നിരഞ്ജന. ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി, ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ അതാണ് ഒരുമിച്ച് ക്ഷമ ചോദിക്കാണ് അവര്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ച് മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ക്ഷമാപണം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലാടല്ലേ. അപ്പോൾ ക്ഷമാപണം ചോദിച്ചിട്ടുണ്ടാവും, ഇല്ലെന്ന് പറഞ്ഞാൽ വൻ രീതി കേസായിട്ടുണ്ടാകില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് സംസാര വിഷയം ആയതാണ്, സോഷ്യൽ മീഡിയ വഴി സംസാര വിഷയം ആയ ഒരു സംഭവമാണ് ഈ മെഹന്തി ഈ പ്രാങ്ക് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലായിരുന്നു, എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരുമാതിരി കോപ്പിൽ പ്രാങ്ക് കാര്യങ്ങളൊന്നും വേണ്ട. ലാസ്റ്റ് ചേച്ചിയുടെ പണിയൊക്കെ പോയിട്ടില്ലാടല്ലേ. അപ്പോൾ നിരഞ്ജനാണ് മറ്റേ പുള്ളിക്കാരുടെ പേര്, ആ ചേച്ചിയുടെ വേറെ ചേച്ചിയുടെ, അതെനിക്ക് എന്താ സഞ്ജിതാണ് അങ്ങനത്തെ പേര് മാറിപ്പോയതാണ് ഇല്ലാടല്ലേ. അപ്പോൾ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ കൂടി കണ്ടു ഇല്ലാടെ പിന്നെ പ്രൊഫൈൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒറ്റയ്ക്കിരിക്കുന്ന ചോദിച്ചപ്പോൾ സമാധാനത്തിന് വേണ്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ ബാക്ക് ടു ലൈഫിൽ വന്നിട്ടുണ്ട്. പ്രാങ്കുകളും കാര്യം പ്രാങ്കല്ല, നോർമലി അവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവർ. അങ്ങനെ തന്നെ വേറെ നല്ല നല്ല സാധനങ്ങൾ ഇടട്ടെ, കണ്ടന്റുകൾ ഇടട്ടെ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് നമ്മളും പറയുന്നുണ്ട്. ഇല്ലാതെ ഇമാതിരി പ്രാങ്കും പരിപാടിയൊക്കെ ആയിട്ട് വരരുത് ഒരിക്കലും, മനസ്സിലായത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാണുന്ന ഒരു 10 പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷേ ആ ഒരു 10-ൽ ചിലപ്പോൾ 1% ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോർമലി വിളിച്ച് പ്രാങ്ക് ചെയ്യണത് ഓക്കെ ആണ്. ഇത് മാന്യമായി ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയാന്ന് കഴിഞ്ഞാൽ അത് മോശം തന്നെയാണ്. അത് നമുക്കും പറയാനുള്ളൂ. അപ്പൊ എന്തായാലും മാപ്പ് പറഞ്ഞു വന്നതിന് രണ്ടുപേരും കൂടി മാപ്പ് പറഞ്ഞ വീഡിയോ ഇട്ടതിന് നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇങ്ങനത്തെ പരിപാടി ചെയ്യരുതെന്നാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതേ ഉള്ളൂ.